ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ലൂക്കയുടെ സുവിശേഷത്തിലെ 23 അധ്യായത്തിലെ 34 തിരുവചനം വായിക്കാം. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. ലോകത്തിൽ ഇനിയും മാപ്പുണ്ട് എന്നാണ് ആദ്യമൊഴി. മാപ്പ് നൽകുകയാണ് ഒരാൾ ദൈവപുത്രനാകേണ്ടത്. ഇതാദ്യം നമ്മിൽ തന്നെ ആരംഭിക്കണം. ലോകത്തിലും സകലതും മാപ്പ് അറിയിക്കുന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും മാപ്പ് അറിയിക്കുന്നില്ലേ? ഞാൻ ഒന്നുകൂടി ആ സെൻറ്റൻസ് വീണ്ടും പറയാനല്ലോ. ലോകത്തിലെ സകലത്തിനും മാപ്പ് അറിയിക്കുന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും മാപ്പ് അറിയിക്കുന്നില്ലേ? സ്വയം മാപ്പ് നൽകാതെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക എളുപ്പമല്ല. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത, ഒരിക്കലും തിരുത്താനാവാത്ത, ലജ്ജ ജനിപ്പിക്കുന്ന ചിലത് നമുക്കെല്ലാം ഒരുപക്ഷെ ഭൂതകാലത്തിൽ ഉണ്ടായേക്കാം. മാപ്പ് സ്വീകരിക്കാത്ത ഒന്ന് പകർന്നു നൽകുന്നത് എങ്ങനെയാണ്? ദൈവം മാപ്പ് നൽകിയ ജീവിതത്തിന് മീതെ ഇനിയും നമ്മുടെ ചങ്കുലയ്ക്കേണ്ടതുണ്ടോ? ദൈവം നമുക്ക് ആൾറെഡി അല്ലെങ്കിൽ മാപ്പ് നൽകി കഴിഞ്ഞു. ഇല്ല, നാം മാപ്പ് സ്വീകരിക്കണം. മാപ്പ് സ്വീകരിക്കുന്നത് അത് പങ്കുവെക്കാനാണ്. ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള വഴക്കിൻ്റെ കഥകൾ ചരിത്രത്തിലും വേദഗ്രന്ഥത്തിലും ധാരാളമുണ്ട്. അതിലൊന്ന് ഏസാവിൻ്റെയും യാക്കോബിൻ്റെയും കഥയാണ്. വഞ്ചനയുടെ പര്യായമാണ് യാക്കോബ്. ആ യാക്കോബാണ് പിന്നീട് ഉയർത്തപ്പെട്ടത്. ഒടുക്കം ജ്യേഷ്ഠനെ കാണാൻ പോകുമ്പോൾ യാക്കോബിൻ്റെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നുണ്ട്. എന്നാൽ ഏസാവ് ഓടിച്ചെന്ന് യാക്കോബിനെ സ്വീകരിക്കുന്നു. കെട്ടിപ്പിടിച്ച് ഇരുവരും ചുംബിക്കുമ്പോൾ യാക്കോബ് പറയുന്നുണ്ട്, അങ്ങേക്ക് ദൈവത്തിൻ്റെ മുഖമാണിപ്പോൾ. ഉൽപ്പത്തി പുസ്തകത്തിൽ 33:10 പറയാവുന്നതാണ്. മാപ്പ് നൽകുമ്പോൾ ദൈവത്തിൻ്റെ മുഖമാണ് നമ്മിൽ വിരിയുന്നത്. മാപ്പ് കൊടുക്കുമ്പോൾ ഒരു കാരണം വേണം. ആർക്കും എവിടെയും ഒരല്പം ശാന്തമായിരുന്നാൽ നിങ്ങളുടെ തലയ്ക്ക് മുകളിലും കാരണത്തിൻ്റെ ഒരു മഴവില്ല് തെളിയും. മാപ്പ് കൊടുക്കാനുള്ള കാരണത്തിൻ്റെ. കാസർഗോഡുള്ള ദേവിയമ്മ വിധവയാണവർ. കൂലിപ്പണിയെടുത്ത് മകനെ വളർത്തി. അവൻ്റെ കല്യാണവും കഴിഞ്ഞു. വേറെ വീട്ടിൽ താമസിക്കാനാണ് അവനും വന്നു കയറി പെണ്ണിനും താല്പര്യം. വീട് പണിയാൻ ഈ അമ്മയും സഹായിച്ചു. അങ്ങനെയിരിക്കെ നാട്ടിലാകെ നിലയ്ക്കാത്ത പേമാരിയും വെള്ളപ്പൊക്കം വന്നു. പണി കിട്ടാനില്ല. അരി മേടിക്കാൻ ഈ അമ്മയ്ക്ക് കാശിന് വേറെ വഴിയുമില്ല. എന്തായാലും മകനോട് ചെറിയ സഹായം ചോദിക്കാം. ദീർഘദൂരം നടന്ന് അവൻ്റെ വീട്ടിലെത്തി. അവർ കാര്യമായി സ്വീകരിച്ചു. ഭക്ഷണം കൊടുത്തു, അരി വാങ്ങാനുള്ള കാശും കൊടുത്തു. മരത്തിൻ്റെ ഒരു പാലമുണ്ട് അവിടെ. അത് മുറിച്ച് കടന്നാലേ വീട്ടിൽ മടങ്ങിയെത്തൂ. മകനും അമ്മയ്ക്കൊപ്പം നടന്നു. പാലത്തിന് നടുവിലെത്തിയപ്പോൾ അമ്മയെ തട്ടി മകൻ താഴെയിട്ടു. ശക്തമായ ഒഴുക്കുള്ള അവസ്ഥയിൽ ആ അമ്മ തീരത്തടിഞ്ഞു. മരിച്ചില്ല. ഇതിനിടെ ഇവനാണ് ഉത്തരവാദി എന്നറിഞ്ഞ നാട്ടുകാർ അവനെ പോലീസിൽ ഏൽപ്പിച്ചു. കാര്യം കോടതിയിലെത്തി. ഇതൊക്കെ നിങ്ങൾ ഒരു പക്ഷേ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കാം. കാര്യം കോടതിയിലെത്തി. വിസ്താരത്തിനിടയിൽ ജഡ്ജി ചോദിച്ചു, അമ്മേ, ഈ മകനാണോ ഇത് ചെയ്തത്? അമ്മ പറഞ്ഞു, അല്ല സാറേ, എൻ്റെ മകനെ എന്നോട് ഇങ്ങനെ ചെയ്യാനാവുമോ? പരാതിയില്ല, അതുകൊണ്ട് കോടതി അവനെ വെറുതെ വിട്ടു. പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ അമ്മയെ പൊതിഞ്ഞു. അമ്മ എന്തുകൊണ്ടാണ് കുറ്റം മറച്ചു പിടിച്ചത്? അമ്മ മകനോട് ചോദിച്ചു, മോനെ, നീ എന്താണ് അങ്ങനെ ചെയ്തത്? അവൻ പറഞ്ഞു, വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകുന്നവർക്ക് സർക്കാർ 20,000 രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു, അത് കിട്ടാൻ ചെയ്തതാണ്. അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. കാശിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ചെയ്തു, അത്രമാത്രം. എനിക്ക് പരാതിയൊന്നുമില്ല, വിഷമമില്ല. മാപ്പിന് കാരണം കണ്ടെത്തി. അങ്ങനെ ദേവിയമ്മ. അന്ന് ക്രൂശിതൻ്റെ വാക്കിനായും ജനം കാത്തിരുന്നു. അവൻ്റെ ആദ്യ വചനം എന്തായിരിക്കാം? ഇത്രകാലം ജീവിച്ചതിനെ മരണം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുവാൻ, അതോ ജീവിച്ചതൊക്കെയും പറഞ്ഞതൊക്കെയും മരണവെപ്രാളത്തെ തള്ളിക്കളയുമോ? അതായിരുന്നു എല്ലാവർക്കും അറിയേണ്ടത്. ക്രൂശിതൻ കയറുമ്പോൾ പലരുടെയും നാവർത്ത് കളയാറുണ്ട്. കുരിശിൽ കയറുമ്പോൾ അല്ലെങ്കിൽ കുരിശനാവാൻ പോകുമ്പോൾ സകലരുടെയും നാവ് അറുത്ത് കളയാറുണ്ട്. എന്നാൽ
ക്രൂശിതൻ്റെ വാക്ക് കേട്ടപ്പോൾ, കർത്താവിൻ്റെ വാക്ക് കേട്ടപ്പോൾ നാവ് ഓർക്കാതെ കാത്തുന്നവരുടെ നാവ് പോലും ഇറങ്ങിപ്പോയി. അപ്പോൾ അവരൊക്കെ അജ്ഞരായതുകൊണ്ട് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് പൊറുക്കണമെന്ന്. ഇത് കേട്ട ശതാധിപൻ പറഞ്ഞു, ഇവൻ നീതിമാനായിരുന്നു. ശത്രുവിന് മാപ്പിരക്കാൻ മതിയായ ഒരു കാരണം അവിടെയില്ല. എന്നിട്ടും ക്രിസ്തു ഒരു കാരണം കണ്ടെത്തി. അറിവില്ലായ്മ, അജ്ഞതയ്ക്ക് മാപ്പ് നൽകാമല്ലോ. മറ്റൊരു കാരണം അവിടെയില്ല. ഒറ്റ കാരണം യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അപ്പോൾ വേറെ കാരണങ്ങളൊന്നും അവിടെ പറയാനില്ല. എന്ത് കാരണം? ഒരു ന്യായീകരണത്തിനോട് പ്രസക്തിയില്ല. ഒരു ഒറ്റ കാരണം പറഞ്ഞില്ല, അവരുടെ അജ്ഞതയാണ് അത്. ആ അജ്ഞതയ്ക്ക് അവൻ മാപ്പ് നൽകി. ഒരുപക്ഷെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരിക്കും. കുട്ടികളുടെ കളി വീട് പോലെയാണവ. എത്ര കഷ്ടപ്പെട്ടാണ് ഒരു കുഞ്ഞ് അത് പണിയുന്നത്. എന്നാൽ വഴിയാത്രക്കാർ വെറും മണൽ കൂമ്പാരമായി അതിനെ ചവിട്ടി മെതിക്കുന്നു. എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ നക്ഷത്രങ്ങളാണ്. ചെറുതും വലുതുമായി അവ തല്ലി തകർക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചവരും ഒക്കെ ആയിരിക്കാം. അവരെ വെറുക്കുമ്പോൾ എൻ്റെ ജാലകങ്ങൾ അടച്ചിടുകയാണ് ഞാൻ. കാരണം കണ്ടെത്തി മാപ്പ് കൊടുക്കാം. ഇല്ലാത്ത കാരണം ഉണ്ടാക്കി പോലും മാപ്പ് നൽകാം. അതെ, പലരും അജ്ഞരാണ്. അവരോട് പൊറുക്കാൻ അജ്ഞത എന്ന കാരണമല്ലാതെ എന്ത് കണ്ടെത്താനാണ് നമുക്ക് സാധിക്കുക? അറിയുന്നവന് മാപ്പില്ല, അജ്ഞന് മാപ്പുണ്ട്. വീണമാലായയ്ക്ക് മാപ്പില്ല, മനുഷ്യന് മാപ്പുണ്ട്. എൻ്റെ സ്വപ്നങ്ങൾ തകർത്തവരോട് പൊറുക്കാൻ ക്രൂശിത, നിന്റെ ഹൃദയം തരാമോ എനിക്ക് എന്നുള്ള ചിന്തയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കണം ഈ നോമ്പ് കാലത്ത്. മാപ്പ്, അജ്ഞതയ്ക്ക് ഒരുപക്ഷെ മറ്റുള്ളവർ പലതും ചെയ്യുന്നത് അവരുടെ അറിവില്ലായ്മയായിരിക്കാം. അത് നമുക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കണം. ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ വേദനിപ്പിച്ച ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാം, നമ്മുടെ കൂടെ കഴിയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ടായിരിക്കാം. പലരും പല രീതിയിൽ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, നമ്മളെ ക്രൂശിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ കാലഘട്ടം, ഈ നോയമ്പിൻ്റെ കാലഘട്ടം നമുക്ക് അവർക്കെല്ലാം മാപ്പ് കൊടുക്കാൻ സാധിക്കണം. ഒരുപക്ഷെ കർത്താവ് പറഞ്ഞതുപോലെ അവൻ്റെ അറിവില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ അവളുടെ അറിവില്ലായ്മയായിരിക്കാം അങ്ങനെ ചെയ്തത് എന്ന് ചിന്തിച്ചിട്ട് മാപ്പ് കൊടുക്കാൻ സാധിക്കണം. നമുക്ക് വിട്ടുകൊടുക്കാം. കർത്താവ് പറഞ്ഞ പോലെ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല എന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാം. നമുക്കിത് ഒന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവിൻ്റെ കുറ്റവാളിയായ എന്നെ വെറുതെ വിടാൻ അജ്ഞത എന്ന കാരണം കണ്ടെത്തിയ ദൈവപുത്ര, നിന്റെ ദിവ്യ തേജസ്സിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും ഈ സമയത്ത് പ്രകാശിപ്പിക്കണമേ. നിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ഈ സമയത്ത് പ്രകാശിപ്പിക്കണമേ. എല്ലാവർക്കും മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാനും മാപ്പ് സ്വീകരിക്കാനും ഇടയാക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.